So this is glass fiber reinforcement polymer. അതായത് TMT സ്റ്റീൽ ബാർസിനെ റീപ്ലേസ് ചെയ്തിട്ട് വരാൻ പോകുന്ന അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ആണെന്ന് പറയപ്പെടുന്നത്. വിൽ ദിസ് റീപ്ലേസ് ദി എക്സിസ്റ്റിംഗ് TMT സ്റ്റീൽ ബാർസ് എന്ന് ചോദിച്ചാൽ ദിസ് ഇസ് വെരി മച്ച് ന്യൂ ടു ദി ഇൻഡസ്ട്രി. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് പറയപ്പെടുന്നുണ്ട്. അതായത് കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ്, അപ്പൊ അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. ഇപ്പൊ ഇതിന് ഏറ്റവും വലിയൊരു സംശയം വരുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു മെറ്റീരിയലിന് വെൽഡിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടോ, ഇത് ബെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അത് സ്റ്റീൽ അല്ലാത്തത് കൊണ്ട് ഈ ഒരു മെറ്റീരിയലിന് ബെൻഡിങ് പ്രോപ്പർട്ടീസ് എന്തായാലും ഇല്ല. ഇത് അഗെയിൻസ്റ്റ് ഓർഡർ, അതായത് നമ്മൾ മെഷർമെന്റ് ആദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ മാനുഫാക്ചർ ദ റിംഗ്സ് ആൻഡ് ബെൻഡഡ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു യുവർ റിക്വയർമെന്റ്സ് എന്നുള്ളത്. ആൻഡ് ആസ് കമ്പയർഡ് ടു ദിസ് TMT steel bars which is now, you can see ഇതിൽ ആ ഒരു റിബ് പാറ്റേൺസിൽ അങ്ങനെ ഒരു സ്റ്റീല് സിമെന്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഫീച്ചേഴ്സ് വളരെ കുറവായിരിക്കും. സോ ഐ വുഡ് സേ ഇൻ ഫ്യൂച്ചർ ദർ മൈറ്റ് ബി എ ചാൻസ്, ഒന്നും പറയാൻ പറ്റൂല, ദർ മൈറ്റ് ബി എ ചാൻസ് ഇത് TMT സ്റ്റീൽ ബാറിനെ ഏതെങ്കിലും ഒരു കാലത്ത് റീപ്ലേസ് ചെയ്യാമെന്നുള്ളത്. ബട്ട് ആഫ്റ്റർ എ വെരി ഗുഡ് ആൻഡ് സ്ട്രോങ് റിസർച്ച് ഇറ്റ് മൈറ്റ് വർക്ക്.